കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതാണ് സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള അവകാശം ഇവിടെ എല്ലാവർക്കും ഉണ്ടെന്നുള്ളത്. എന്നിട്ട് എന്ത് സുരക്ഷയാണ് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും കൊച്ചു കുട്ടികൾക്ക് പോലും? പീഡന കേസിലെ പ്രതികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ശിക്ഷ ഏതാണ്? പെൺപിള്ളേർക്ക് മാത്രമല്ല ഇപ്പൊ പീഡനം സംഭവിക്കുന്നില്ല, ആൺകുട്ടികൾക്കും പീഡനം സംഭവിക്കുന്നുണ്ട്. അത് കൂടുതലും റെപ്രസെന്റ് ചെയ്യപ്പെടുന്നില്ല നമ്മുടെ നാട്ടില്. പെൺപിള്ളേർക്ക് നടക്കുന്നതെല്ലാം കൂടുതൽ കുറച്ചും കൂടി റെപ്രസെന്റഡ് ആവുന്നുണ്ട്. ആൺകുട്ടികൾക്ക് ഇത് നടക്കുന്നുണ്ട്. അത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. പക്ഷെ അവർക്ക് അത്ര റെപ്രസെന്റഡ് ആയിട്ട് വരുന്നില്ല. അത് ഒരു ഡ്രോബാക്ക് തന്നെയാണ്. ഇത് കൊച്ചു കുട്ടികളുടെ കാര്യം, ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ കൊച്ചു കുട്ടികളെ ഈ ജനിച്ച 6 മാസം ന്യൂസ് കണ്ട് ഒരു 6-7 മാസമുള്ള ഒരു കൊച്ചിനെ ഒരു 14 വയസ്സുകാരും പീഡിപ്പിച്ചു. അതൊക്കെ എങ്ങനെ, അതും ഒരു പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ തോന്നിയെന്നൊക്കെ ആലോചിക്കുമ്പോ അത് വീണ്ടും വീണ്ടും ഈ ചെയ്യപ്പെടുന്നത് ഈ കൊടുക്കുന്ന ശിക്ഷയുടെ ഒരു ഇത് കണ്ടിട്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ ശിക്ഷ ഇവര് പീഡനം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ജയിലിൽ പോയി കിടക്കുന്നു. അവിടെ തിന്ന് വളർന്ന് വലുതായിട്ട് ഈ ഗോവിന്ദചാമിയെ കണക്കുള്ള ആൾക്കാർ തിന്നിങ്ങനെ വളർന്ന് വലുതാവുന്നു. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ജയിലിൽ ചാടുന്നു. അതൊക്കെ ഇങ്ങനെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് വീണ്ടും പോലീസുകാർ പിടിച്ചകത്ത് കൊണ്ടുപോകുന്നു. ഇത് പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ പുറം രാജ്യങ്ങളിൽ എന്താ പറയുക, ദുബായിലൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ഇതൊന്നും നടക്കത്തില്ല. കാരണം എന്താ, അവിടെ അറിയാം എന്തെങ്കിലും ചെറിയ ശിക്ഷ ചെയ്താൽ പോലും കൈ വെട്ടും തല വെട്ടും, ആൾക്കാരെ അപ്പടി കൊന്നുകളയാണ്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നടപടികൾ കേരളത്തിലും വരണം. കേരളത്തിലല്ല, ഇന്ത്യയിലും വരണം. പീഡനത്തിന്റെ ഒരു ശിക്ഷ ഒരിക്കലും ഇത്ര ശിക്ഷ കൊടുത്താൽ പോരാ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.